my party, we're just getting started. A life is a dream or a night. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഓൾറെഡി മഹേന്ദ്രയുടെ പുതിയൊരു കൊമേഴ്ഷ്യൽ വാഹനം വന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ആ ഒരു വാഹനം കൊണ്ടുവരികയാണ്, മഹേന്ദ്ര വീറോ. ഈ ഒരു വാഹനം ഇപ്പോൾ ഇവിടെ നമ്മുടെ ഷോറൂമിൽ ഓടി എത്തിയിട്ടേ ഉള്ളായിരുന്നെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര ഈ ഒരു സന്ധ്യ സമയത്തും ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന ഒരു വാക്കറൗണ്ട് വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങളെ കണ്ട വാഹനം. ഇപ്പോൾ മഹേന്ദ്ര പുറത്തിറക്കിയ പുതിയ പിക്കപ്പ് സെഗ്മെൻറ്റ് വരുന്ന വാഹനം. അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ വീറോ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ഡിസൈനിലാണ് ഈ ഒരു ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഹെഡ്ലൈറ്റിന് തൊട്ട് മേളിലായിട്ടാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ നമുക്കിവിടെ ഫോഗ് ലാമ്പ് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്ലോട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടില്ല. അതിന് തൊട്ട് മേളിലായിട്ട് ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിനകത്ത് ഒരു ഫോഗ് ലാമ്പും കൂടെ കൊടുത്തിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ എന്നാൽ കമ്പനി ഫോഗ് ലാമ്പ് കൊടുത്തിട്ടില്ല. ഈ ഒരു ബമ്പർ സാധാരണ ബൊലേറോ പിക്കപ്പുകൾ വന്നിരുന്ന മൊത്തം മെറ്റൽ ബമ്പറിലായിരുന്നു. എന്നാൽ ഈ ഒരു വാഹനം ഫൈബർ ബമ്പറിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ സെൻറ്റർ പോർഷനിലായിട്ടാണ് നമ്മുടെ മഹേന്ദ്രയുടെ പഴയ കാലം തൊട്ടുള്ള ലോഗോ കാണാൻ പറ്റുന്നത്. അത് ക്രോം ഫിനിഷോടെയാണ് കൊടുത്തിട്ടുള്ളത്. അത് തൊട്ട് മേളിൽ ഈ ഒരു ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. ആ ലെയറിനകത്ത് മഹേന്ദ്ര എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ കഴിയും. തൊട്ടിവിടെ ആയിട്ട് വീറോ എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാൻ കഴിയും വാഹനത്തിൻ്റെ. നമുക്ക് ഇനി ഒരു വാഹനത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം. ഈ ഒരു വാഹനം 2 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പോളാർ വൈറ്റും ഒന്ന് കോൺക്രീറ്റ് ഗ്രേയും. ഇത് കോൺക്രീറ്റ് ഗ്രേ എന്ന് പറയുന്ന വാഹനമാണ്, കളറുള്ള വാഹനമാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് V2, V2A, V4, V4A, V6. ഇത് V6 എന്ന കാറ്റഗറി വരുന്ന വാഹനമാണ്. അതായത് ടോപ്പ് 8 വണ്ടിയാണ്. ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 2 വൈപ്പേഴ്സ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ 2 വൈപ്പേഴ്സിൽ തന്നെയാണ് നമുക്ക് വൈപ്പർ വാഷേഴ്സ് നൽകിയിട്ടുള്ളത്. അതും ഡ്യുവൽ ജെറ്റ് വെച്ചിട്ടുള്ള വൈപ്പർ വാഷേഴ്സാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ D+2 ആണ് ഇതിനകത്തുള്ള ഒരു സീറ്റിംഗ് കോൺഫിഗറേഷൻ വരുന്നത്. അതുപോലെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ സൈഡിലും ഇവിടെ വീറോ എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 6 ഒരു ഗോൾഡ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയ ORVM ആണ് നൽകിയിട്ടുള്ളത്. എങ്ങനെ ഉണ്ട് ഇതിൻ്റെ വിസിബിലിറ്റി എന്നുള്ളത് ഓടിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. നമ്മളിപ്പോൾ ഓടിച്ച് നോക്കുന്നില്ല, ജസ്റ്റ് ഒരു വാക്കറൗണ്ട് വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ ടയർ സൈസിലേക്ക് വരുവാണെങ്കിൽ 195 R15 ആണ് ടയർ സൈസ് വരുന്നത്. LT ടയറാണ് വരുന്നത്, ലോഡ് ടയേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ഇൻഡിക്കേറ്ററും കാണാൻ കഴിയുന്നുണ്ട്, ചെറിയൊരു ഇൻഡിക്കേറ്റർ. ഇവിടെ എല്ലാം ഫൈബർ പോർഷനാണ് ഈ വരുന്നത് എല്ലാം. അതുപോലെ നമ്മുടെ ഒരു ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസൈനിലാണ് ഈ ഡോർ ഹാൻഡിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്ക് ഈ പറയുന്ന സ്റ്റിയറിംഗ് ഫ്ലൂയിഡ്, അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ പല ഫ്ലൂയിഡ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ കാര്യം നമ്മുടെ കൂളൻ്റാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബാറ്ററി നൽകിയിട്ടുണ്ട്. ബാറ്ററി നൽകിയിട്ടുള്ള ഷേപ്പ് കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ ഇതിനകത്ത് ലോക്കിംഗ് സിസ്റ്റോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. ആർക്കും ഊരിക്കൊണ്ട് പോകാൻ പറ്റും. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ലോഡിംഗ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇത് ലീഫ് സ്പ്രിംഗ് സസ്പെൻഷനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ 5 ലീഫും ബാക്കിൽ 7 ലീഫുമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമുക്ക് 2 രീതിയിലുള്ള വാഹനങ്ങളാണ് അവൈലബിൾ ആണ്. ഒന്ന് XL ഒന്ന് XXL. XXL കാറ്റഗറിയിൽ നിന്ന് V6 വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാർഗോ ഡെക്കിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 10 അടി നീളം, 5.4 അടി വീതി, 1.8 അടി പൊക്കമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ 2700 mm ആണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് വരുന്നത്. പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സ്റ്റേയും കാര്യങ്ങളൊക്കെ പിക്കപ്പിനകത്ത് അകത്തായിരുന്നു വരുന്നത്. എന്നാൽ ഈ ഒരു വാഹനത്തിനകത്ത് പുറത്താണ് വന്നിട്ടുള്ളത്. അകത്ത് ഈ 3 സൈഡും പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഒരു ടോപ്പിൻ്റെ വാഹനം. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ നൽകിയിട്ടുണ്ട് ഇൻബിൽട്ട് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ 2 പാർക്കിംഗ് സെൻസേഴ്സ് നൽകിയിട്ടുണ്ട്. ഈ തൊട്ട് സെൻട്രലായിട്ട് മഹേന്ദ്ര എന്നുള്ള വലിയൊരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിക്കപ്പുകളൊക്കെ കണ്ട പോലുള്ള ലോക്കിംഗ് സിസ്റ്റം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു വീറോ എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇത് തുറന്നതിന് അകവും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ 1.3 അടി പൊക്കം ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല ഇതിനകം കാണാൻ. അതുപോലെ ഇതിൻ്റെ ഹൈഡക്ക് വരുന്നുണ്ട്. ഹൈഡക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. നമുക്ക് ഹൈഡക്ക് മറ്റു വേരിയൻസിനകത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ വാഹനം വരുമ്പോൾ അത് നമുക്കൊന്ന് കാണിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയ്ക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വാഹനം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. മലയാളത്തിൽ നമ്മളൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. കൂടുതലും എല്ലാവരും ചെയ്തിട്ടുള്ള ഹിന്ദി ചാനൽസൊക്കെയാണ്. മലയാളം ചാനൽ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അതുപോലെ ഇവിടെയാണ് നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്പണിംഗ് വന്നിട്ടുള്ളത്. അതുപോലെ ഒരു ലോക്കബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂൽ ടാങ്ക് ക്യാപ്പാണ് നൽകിയിട്ടുള്ളത്. 40 ലിറ്ററാണ് ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതുപോലെ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് SCR രീതിയിലുള്ള എമിഷൻ നോംസാണ് വരുന്നത്. അതായത് സെലക്റ്റീവ് കാറ്റലറ്റിക് റിഡക്ഷൻ എന്ന് പറഞ്ഞ രീതിയിലുള്ള എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതായത് നമ്മളിതിനകത്ത് എക്സോസ്റ്റ് ഫ്ലൂയിഡ് ആഡ് ചെയ്യണം. ഈ ഒരു ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10 ലിറ്ററാണ് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് എയർ ഫിൽറ്റർ കാര്യങ്ങൾ, അതിൻ്റെ എയർ ഇൻടേക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേരിയൻസ് എന്ന് പറഞ്ഞാൽ V2, V2A, V4, V4A, V6. ഇത് V6 വേരിയൻറ്റ് വരുന്നതാണ്. അപ്പോൾ ഇത് ടോപ്പിൻ്റെ വാഹനമാണ്. ഇനി നമുക്കിനിപ്പോൾ ഇതിൻ്റെ അകത്തെ വിശേഷങ്ങൾ പറയാം. നമ്മൾ വെളിയിലത്തെ കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ കാര്യങ്ങൾ പറയാം. എഞ്ചിനും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 1.5 ലിറ്റർ ടെർബോ ചാർജഡ് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 80 bhp പവറും 210 ടോർക്കുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ
GVT ഇലക്ട്രോണിക് ജിയോമെട്രിക് ടെർബോ ആണ് വരുന്നത്. അതായത് മീൻസ് ഇതിനകത്ത് നമുക്ക് ഈ ടെർബോ ലോഗോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുത്തില്ല. അങ്ങനത്തെ ഉള്ള രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടെർബോ ചാർജർ അങ്ങനത്തെ ഉള്ള ടെർബോ ചാർജർ വേരിയബിൾ ജിയോമെട്രിക് EVGT എന്ന് പറയും. ഇലക്ട്രിക്കലി വേരിയബിൾ ജിയോമെട്രിക് ടെർബോ ചാർജറാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെർബോ ലാഗോ കാര്യങ്ങളൊന്നും വരത്തില്ല. 0 to 60 എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 11.9 സെക്കൻഡ്സ് മതിയെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ എൻ്റെ ഗ്രേഡബിലിറ്റി എന്ന് പറഞ്ഞാൽ 27% ആണ് ഇതിൻ്റെ ഒരു ഗ്രേഡബിലിറ്റി വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് AS096 ആണ് ഇതിൻ്റെ ഒരു സേഫ്റ്റി റേറ്റിംഗ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് ഫ്രണ്ടിൽ ഒരു കംപ്രസ് സോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 80% വണ്ടിക്ക് അത് വരുന്ന ഇടി കാര്യങ്ങളൊക്കെ ആ ഒരു കംപ്രസ് സോൺ ഏറ്റെടുക്കുന്നതായിരിക്കും. നമുക്ക് അകത്ത് കുഴപ്പങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഇടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ഡോർ പാഡാണ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ നമുക്ക് നോർമൽ കാറുകളിലൊക്കെ കാണുന്ന പോലുള്ള ലോക്കിംഗ് സിസ്റ്റം ഒക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിൽ ഇതിനകത്ത് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ടോപ്പിൻ്റെ വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ അധികം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് പവർ വിൻഡോസ് അവൈലബിൾ ആണ്. കാരണം കോ ഡ്രൈവറിൻ്റെ വിൻഡോസ് പവറാണ്, പവറിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പവർ വിൻഡോസ് ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ടച്ച് സ്ക്രീൻ ഇൻഫർമേഷൻ സിസ്റ്റം കാണാൻ കഴിയുന്നത്. 10.25 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് മൗണ്ടർ ഓഡിയോ കൺട്രോൾസ് ആണ്. നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് വാഹനങ്ങൾ ആദ്യമായിട്ടാണ് ഇൻബിൽട്ടായിട്ട് ടച്ച് സ്ക്രീൻ വരുന്നത്. ഇടയ്ക്ക് ദോസ് പോലുള്ള വാഹനങ്ങളകത്ത് ആക്സറീസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ പിക്കപ്പിനകത്താണ് സെഗ്മെൻറ്റ് ആദ്യമായിട്ട് പവർ ടച്ച് സ്ക്രീൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതിനകത്ത് മീറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്ററാണ് വരുന്നത്. ഇതിനകത്ത് തന്നെ ഓൾറെഡി നമുക്ക് ഡെഫ് ലെവൽ കാണാൻ പറ്റും. അതുപോലെ വലിയ ടെമ്പറേച്ചർ കാണാൻ പറ്റും, ടൈം, അതുപോലെ തന്നെ ഫ്യൂവൽ, പിന്നെ നമുക്ക് ഇതിനകത്ത് ആവറേജ് ഫ്യൂവൽ എക്കോണമി കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഡ്രൈവ് ടൈം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഡാഷ്ബോർഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഗിയർ സിസ്റ്റമാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് 2 ഡോറിലെയും പവർ വിൻഡോസ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ നൽകിയിട്ടുണ്ട്, ഒരു C ടൈപ്പ് അഡാപ്റ്റർ നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ USB-A നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് കാര്യങ്ങളുണ്ട്. വൈകുന്നേരം ടൈം അതുകൊണ്ട് അധികം വെട്ടവും കാര്യങ്ങളൊന്നും കാണത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് എൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രൈവർ കൂടാതെ 2 പേരെയാണ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ലൈറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം സ്പീഡപ്പ് ആയിട്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് ചരിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിടക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ കിടക്കുന്ന ആ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് ഡ്രൈവർക്ക് നൽകിയിട്ടുള്ളത്. പിന്നീട് ഇവിടെ നമുക്കൊരു ആട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാൻ കഴിയുന്നുണ്ട്. വാഹനം ഇപ്പോൾ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുചെന്ന് വണ്ടി പാർക്ക് ചെയ്ത ടൈമിൽ ന്യൂട്രലാക്കി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നത്. പിന്നെ ക്ലച്ച് ഔട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ പവർ സ്വിച്ച് കാണാൻ കഴിയും. ഇതിനകത്ത് പവർ എക്കോ മോഡ് എന്ന് പറഞ്ഞ 2 മോഡ്സ് ഉണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്ററും കാണാൻ കഴിയും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ നമുക്ക് കാണുമ്പോൾ അറിയാവുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അതുപോലെ ഇവിടെ ഒരു ഗ്രാഫ് ഹാൻഡിൽ നൽകിയിട്ടുണ്ട് പിടിച്ച് കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ട്. ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തം നീളം വരുന്നത് 4980 mm XL കാറ്റഗറിയിലുള്ള വാഹനമായതുകൊണ്ട് തന്നെ അതിൽ മൊത്തം വീതി വരുന്നത് 1746 mm, മൊത്തം ഹൈറ്റ് വരുന്നത് 2040 mm ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പീഡപ്പായിട്ട് പറഞ്ഞാണ്. പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പറയാനൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം XL കാറ്റഗറിയിലും XL കാറ്റഗറിയിലും വരുന്നുണ്ട്. ഇത് XL കാറ്റഗറിയാണ്. അതിൻ്റെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ 2700 mm ആണ്. അതുപോലെ ഇതിൻ്റെ ഈ XL കാറ്റഗറി വരുന്ന വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് 5.4 മീറ്ററാണ്. അതിൻ്റെ മൈലേജ് കമ്പനി ഏറെ സർട്ടിഫൈഡ് പറയുന്നത് 18.4 കിലോമീറ്ററാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളിതിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പറയാൻ വേണ്ടി വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ള CBC മഹീന്ദ്ര ട്രിവാൻഡ്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിന് അവൈലബിലിറ്റി ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ കൊടുത്തിട്ട് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. അതുപോലെ ഓൾ കേരള ഡെലിവറി കാര്യങ്ങളൊക്കെ പോസിബിളാണ്. എന്തുകൊണ്ട് മാർക്കറ്റ് കീഴടക്കാൻ പോകുന്ന നല്ല ഒരു വാഹനം തന്നെയാണ് ഈ കാണുന്നത്. അപ്പം ഇതിന് ഇനി നമ്മൾ യൂസർ റിവ്യൂസും പിന്നെ അതുപോലെ റോഡിൽ ഓടിച്ചിട്ടും അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ചെയ്തതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് ദിവസം കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മാക്സിമം സ്പീഡിലാണ് എല്ലാം പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ടൈമാണ്, ലൈറ്റും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ വീണ്ടും വരാം. അതുവരെ ബൈ.